ഹായ് ഇത് GTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. രാം ചരണിൻ്റെ പെദ്ദി, ഡയറക്ടർ ബുച്ചി ബബൂസന, മ്യൂസിക് AR റഹ്മാൻ. രാം ചരണും ജാൻവി കപൂറുമാണ് ലീഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയാം. എങ്കിലും ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് രാം ചരൺ ഷോയാണ്, അല്ലെങ്കിൽ നോ ഷോയാണ്. ഇത് ഒരു എവിടെ നിന്നാണ് പറഞ്ഞ് തുടങ്ങുക? അതായത് ഒരു സ്പോർട്സ് ഡ്രാമയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ആക്ഷൻ ഡ്രാമയാണോ എന്ന് ചോദിച്ചാൽ അല്ല. എല്ലാത്തിനും കൂടി ഒരു മിക്സ്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ക്രിക്കറ്റുണ്ട്, ഗുസ്തിയുണ്ട്, ഓട്ടമുണ്ട്. അപ്പം ഇതിലെല്ലാം കേമനായ ഒരു ക്യാരക്ടറാണ് രാം ചരണിൻ്റെ പെദ്ദി. അപ്പോൾ പെദ്ദി എന്ന് പറഞ്ഞാൽ ഈ പടം ഒന്നാമത് ഒരു 3 മണിക്കൂർ 10 മിനിറ്റ് ഉണ്ട്. ഇൻ്റർവ്യൂ എല്ലാം കൂടെ ചേർത്ത് ഒരു 3 മണിക്കൂർ 70 മിനിറ്റ്. മൊത്തം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ 3.5 മണിക്കൂർ വെച്ചോളൂ. അപ്പം അത്രയും നീണ്ട ഒരു പടമാണ് പെദ്ദി. തെലുങ്ക് പടമാണ്. അതിൻ്റെ മലയാളം ഡബ്ബിംഗ് ആണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇതിൽ ജാൻവി കപൂറിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഒരു അൺഫോർച്ചുനേറ്റ്ലി ഒരു സ്കിൻ ഷോയ്ക്കും ഐറ്റം ഡാൻസിനൊക്കെ വേണ്ടി മാത്രം വെച്ചിരുന്ന ക്യാരക്ടറാണ് ജാൻവി കപൂറിൻ്റെ ക്യാരക്ടർ. അങ്ങനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതല്ലാതെ ഒരു ലവ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയാമെങ്കിലും ആ ക്യാമറ ആംഗിൾസും സൂമും എല്ലാം ആ രീതിയിലാണ്. അങ്ങനെ ഒബ്ജക്റ്റിഫിക്കേഷൻ പോലെ തോന്നും, നമുക്ക് കണ്ടാൽ അങ്ങനെ തോന്നിപ്പോവും. അപ്പോൾ അതിരിക്കട്ടെ. രാം ചരണിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പെദ്ദി. അതെ, അപ്പോൾ എല്ലാത്തിലും കേമനായ ഒരാളാണ്. അപ്പോൾ ഇതൊരു ഫാൻറ്റസി പടമൊന്നുമല്ല. നമുക്കൊരു 5 മിനിറ്റൊക്കെ ബ്രെയിൻ മാറ്റി വെച്ചിട്ട് ഇരുന്ന് കാണാം. പക്ഷേ ഒരു 3 മണിക്കൂറൊക്കെ ബ്രെയിൻ മാറ്റി വെച്ച് കാണാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു കഥയുമാണ്. അത് തുടക്കം, അതിൻ്റെ ഒരു ഇൻറ്റൻഷനൊക്കെ കൊള്ളാം. അതായത് ഒരു ഒളിമ്പിക്സ് മത്സരത്തിൽ അല്ലെങ്കിൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ എങ്ങനെ ഇന്ത്യയെ പടുത്തുയർത്താം എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. അങ്ങനെ ബൊമൻ ഇറാനിയുടെ ക്യാരക്ടർ ഇങ്ങനത്തെ ഒരാളെ തേടി നടക്കുകയാണ്. അല്ലെങ്കിൽ ഒരു വഴി കൂടെ പോകുമ്പം ഇങ്ങനെ പെദ്ദി എന്ന ക്യാരക്ടറിനെ പറ്റി കേൾക്കുന്നു. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി പെദ്ദിയെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഒരു മല കയറി ഇറങ്ങുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അത്. അപ്പം ഈ ബൊമൻ ഇറാനിയുടെ ക്യാരക്ടറിനെ ഒരാൾ കൊണ്ടുപോവാണ്. അപ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്, പെദ്ദിയെക്കുറിച്ചുള്ള കഥകളാണ് ഈ സിനിമ മുഴുവൻ. അപ്പോൾ പെദ്ദി എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും കേമനാണ്. ഒരു സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ വലിയൊരാൾ. അതായത് എല്ലാ സ്പോർട്സിലും ഉത്തമൻ. അതായത് ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ്, ഗുസ്തി ആണെങ്കിൽ ഗുസ്തി, ഓട്ടമാണെങ്കിൽ ഓട്ടം, അങ്ങനെ എല്ലാത്തിലും കേമനായ ഒരാളാണ് പെദ്ദി. എന്തിനേയും മറികടക്കുന്ന ഒരാൾ. അപ്പോൾ പെദ്ദിയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഈ നേരത്തെ പറഞ്ഞാൽ ഒരു അതിമാനുഷികൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിനേക്കാളൊക്കെ ഉപരി ആയിട്ടുള്ള ക്യാരക്ടറാണ് പെദ്ദി. അതുകൊണ്ട് നമുക്ക് സഹിച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് വൃത്തിയായിട്ട് സ്ക്രിപ്റ്റിങ്ങും റൈറ്റിങ്ങുമാണ്. ഇതിനകത്ത് ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, ടെക്നിക്കലി തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഇടയ്ക്ക് MRF ബാറ്റ് വരും, പിന്നെ അതും MRF എന്ന സംഭവം മാഞ്ഞു പോകും, പിന്നെ MRF പിന്നെ മാഞ്ഞു പോകും. അതിടയ്ക്ക് ഡബിങ് ചെയ്യുന്ന ആൾ, ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ കുഴപ്പമാണോ എന്തോ. ഇടയ്ക്ക് ഇന്ത്യയുടെ നാഷണൽ ആനിമൽ പുലി എന്നൊക്കെ പറയും, കടുവയല്ല പുലി എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ കുറേ ടെക്നിക്കൽ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചാൽ പോലും ഇതിന് മെയിൻ തീം എന്ന് വെച്ചാൽ പെദ്ദിയുടെ ക്യാരക്ടർ താമസിക്കുന്ന സ്ഥലത്തിന് ഒരു ഐഡൻറ്റിറ്റി ഇല്ല. അതായത് ഒരു പേരില്ല. അവിടെ നിന്ന് താമസിക്കുന്ന ഗ്രാമവാസികൾക്കൊരു ഒരു ഒരു റോഡോ റെയിൽവേ സ്റ്റേഷനോ ഒന്നുമില്ല. ശരിക്കും അവിടെ വേണ്ടത് കുറച്ച് റോഡുകളും ഹോസ്പിറ്റലും സ്കൂളും ഒക്കെയാണ്. പക്ഷേ അവിടെ മെയിനായിട്ട് അതെല്ലാം പറയുന്നത്. ഞാൻ 3-4 ദിവസമായി സിനിമ കണ്ടിട്ട് ഇപ്പോഴാണ് റിവ്യൂ ചെയ്യാൻ നോക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിനകത്ത് റെയിൽവേ സ്റ്റേഷനാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ആദ്യമേ തന്നെ എന്തിനാണ് റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുന്നത് എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം, ആ ഗ്രാമവാസികൾക്ക് ഒന്നും കിട്ടുന്നില്ല. അതായത് ആ ഗ്രാമത്തിന് ഒരു പേരേ ഇല്ല. പക്ഷേ ഇതിൽ കാണിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ വന്നാൽ പേര് കിട്ടും, റെയിൽവേ സ്റ്റേഷനിലൂടെ എല്ലാം നടക്കും എന്നൊരു തീമാണ്, ഒരു കോൺസെപ്റ്റാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷന് വേണ്ടിയുള്ള ഒരു പരാക്രമമാണ് സിനിമ മുഴുവൻ. അപ്പം ഇതിൽ പല ക്യാരക്ടേഴ്സ് മാറി മറിഞ്ഞു പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ക്രിക്കറ്റും ഗുസ്തിയൊക്കെ ചേർന്നുള്ള എലിമെൻറ്റ്സ് ഒക്കെ പറഞ്ഞ് കാണിക്കും. പക്ഷേ അതൊക്കെ ഫാർ ടു സ്ട്രെച്ച്ഡ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ക്രിക്കറ്റും ഗുസ്തിയുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇതിൽ അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അതായത് ക്രിക്കറ്റിലെ ടെക്നിക്സ് ഗുസ്തിയിൽ ഉപയോഗിക്കുന്നു, അങ്ങനത്തെ കുറേ കോമാളിത്തരങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ അത് കണക്ക് തന്നെ ചില സീൻസ് നല്ലതാണ്. അതായത് ഗുസ്തി സീൻസ്, ഗുസ്തിയിലെ പല സീൻസും നല്ലോണം ചെയ്തിട്ടുണ്ട്. അത് കാണാൻ രസമാണ്. പക്ഷെ അതൊക്കെ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ഈ 3 മണിക്കൂർ നമ്മൾ ഈ ഒരു കോപ്രായങ്ങൾ കാണുക എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം അത്രയ്ക്ക് സഹിച്ചിരുന്ന് കാണേണ്ടി വരും. പിന്നെ എല്ലാ അഭിനയവും എക്സാജറേറ്റഡ് ആണ്, ഓവർ എക്സാജറേറ്റഡ് ആണ്, മെലോ ഡ്രാമാറ്റിക് ആണ്, ഓവർ ഡ്രാമാറ്റിക് ആണ്. അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് സഹിച്ചിരുന്ന് കാണാൻ പറ്റാത്ത ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പെദ്ദി. 1 star out of 5. Thanks for watching.